യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പെസഹാകാലം 6-ാമത്തെ ആഴ്ച, ചൊവ്വാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്ന ഒരു വചനഭാഗമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് വിധിക്കാനല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ദൈവം നമ്മെ അതിയായി സ്നേഹിച്ചത് കൊണ്ട് നമ്മെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. യേശുക്രിസ്തു ഇനി ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് വന്ന ഇടത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും നൽകിയിട്ടാണ് പോകുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഒരു പാലം പണിതിട്ടാണ് യേശുക്രിസ്തു കടന്നു പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു വയ്ക്കുക. അതായത് എൻ്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകണം എന്നുകൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നുകൂടെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കൊരു മാനസാന്തരത്തിൻ്റെ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരും. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്, യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറുമെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കാം. ദൈവം തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇനി യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുകയും ചെയ്യും. അത് അയക്കുന്നത് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആയതിനാൽ നമുക്കെല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകാം. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട് മാറാം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.